ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് പൂക്കളും ചെടികളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലുമായിട്ട് മുന്നോട്ട് പോവാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള നല്ലൊരു ചെടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ സെയിലിൻ്റെ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. നമുക്ക് ഇത്രയും സുന്ദരിയായ നമ്മുടെ നല്ലൊരു സുന്ദരി ചെടി കയ്യിൽ കിട്ടിയപ്പോൾ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യാതിരിക്കുന്നത്? ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മുടെ കൂട്ടുകാരിലേക്ക് നിശാഗന്ധിയിലൂടെ എനിക്ക് എത്തിക്കാൻ കഴിയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലൊരു സുന്ദരിയെ കിട്ടിയപ്പോൾ കുറച്ച് വൈകി പോയിട്ടോ നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ട്. നമുക്ക് ഇന്ന് ഈ സുന്ദരി ചെടിയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് കേട്ടോ. സ്പാനിഷ് ജമന്തി, പോപ്പി അനമോൺ ആൻഡ് വിൻഡ് ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സുന്ദരി നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടിയല്ല കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യനെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും ലൈറ്റ് ഷെയ്ഡിനകത്തും നല്ല രീതിയിൽ വളർന്നു വരാൻ കഴിയുന്ന നല്ലൊരു സുന്ദരി ചെടിയാണ്. ഒരുപാട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് വരുന്ന ഒരു സീസണിലാണ് കേട്ടോ ഈ ചെടിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാഴ്ചകളേ അല്ല, ഇത് അങ്ങ് ദൂരെ ഇസ്രായേലിൽ നിന്നുള്ള ചെടികളാണ്. 12 മുതൽ 18 ഇഞ്ച് വരെ നീളം വരുന്ന ഈ ചെടിയിൽ ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങളിൽ നിറയെ പൂക്കൾ കാണുന്നു കേട്ടോ. ഇടത്തരം ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഈ ചെടിയിൽ കാര്യമായിട്ടുള്ള കീടാണുബാധകളൊന്നും കണ്ടുവരാറില്ല. കൂടാതെ കിഴങ്ങ് വഴിയൊക്കെയാണ് കേട്ടോ ഈ ചെടികൾ പുതിയ പുതിയ തൈകൾ ഉണ്ടായി വരുന്നത്. കിഴങ്ങ് വഴി പുതിയ തൈകൾ ഉണ്ടായി വരുന്ന ചെടിയാണെങ്കിലും ഇതിനകത്ത് 1-2 ഇല വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നീളത്തിലൊരു സ്പൈക്ക് വന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഇതേപോലെയുള്ള സുന്ദരി പൂക്കൾ കാണാനായിട്ട് കഴിയുന്നു. ഈ പൂക്കൾ കാണാൻ ഇത്ര മനോഹരിയാണെങ്കിലും കാര്യമായ സുഗന്ധമൊന്നും ഈ പൂക്കൾക്കില്ല. ജനുവരി മുതൽ ജൂൺ വരെയുള്ള സമയങ്ങളിലാണ് കേട്ടോ നമ്മുടെ ഈ സുന്ദരി സ്പാനിഷ് ജമന്തി ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ കഴിയുക. വെള്ള, നീല കളറുകളിലൊക്കെ ഈ സുന്ദരിയുടെ പൂക്കളുണ്ടെങ്കിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇതേ കളറല്ല, ആരെയും ആകർഷിക്കുന്ന ഇത്രയും വർണ്ണാഭമായ ചുവന്ന നിറത്തിലാണ് കേട്ടോ. കിഴങ്ങ് വഴിയല്ലാതെയും നമുക്ക് വിത്തിലൂടെയും ഈ ചെടി നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കാണുന്ന ഒരു പൂവിൽ നിന്ന് 200 മുതൽ 300 വരെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലുള്ള ഒരു ചെടിയല്ല, സെയിൽ വീഡിയോയും അല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്തരം സുന്ദരിയെ കിട്ടിയപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിച്ചതാണേ. അപ്പോൾ ഭാവിയിൽ നമ്മുടെ നാടുകളിലും ഇതേപോലെയുള്ള സുന്ദരി ചെടികളൊക്കെ വന്നു തുടങ്ങും. ഇന്ന് നമ്മുടെ നാട്ടിൽ വരുന്ന ഒരുപാട് ചെടികൾ വിദേശത്ത് നിന്നുള്ളതാണല്ലേ. അപ്പോൾ അതേപോലെ ഏതെങ്കിലുമൊക്കെ ഒരു നാളിൽ നമ്മുടെയൊക്കെ കയ്യിൽ ഈ ചെടി എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ സെയിൽ വീഡിയോ കേട്ട് വരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഈ സുന്ദരി പൂവിനെ കണ്ട് മതിയായില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നമ്മുടെ വീഡിയോയുടെ ചുവടെ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്പാനിഷ് ജമന്തിയുടെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.